നിന്നുള്ള ഓണാഘോഷ പരിപാടികളും മറ്റ് ചടങ്ങുകളുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് സേഫ് സെലബ് ദിനം സനിസയും കൂടിയാണ്. ഇരുവരും ഇപ്പോൾ മറ്റൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. ആരുടേതാണെന്ന് ചോദിച്ചാൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഇരുവരും ചേരുന്നത്. ഒപ്പം വിജിൻ വായാന്തോട് കൂടിയുണ്ട്. സേഫ്, എന്തായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇന്നത്തെ സദ്യ മന്ത്രിയുടെ വീട്ടിൽ നിന്നാണോ? അല്ല, ഞാൻ ദിവ്യയുടെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ ശിവൻകുട്ടി മിനിസ്റ്ററുടെ വീട്ടിലാണുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുന്നുണ്ട്. ഇപ്പോൾ ടൂറിസം ഡയറക്ടറും കമ്മീഷണറും എല്ലാം ഉണ്ട്. മന്ത്രി നമ്മുടെ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിലത് ചോദിക്കാനും പറയാനുണ്ട്. അത് കേട്ടിട്ടേ പോവാം. മിനിസ്റ്ററുടെ അടുത്തേക്ക് നമുക്ക് പോകാം. മിനിസ്റ്റർ, അത് ഓണം തിരക്കിലാണ്. തിരുവോണനാളിലും തിരക്കിലാണല്ലോ മിനിസ്റ്റർ. എന്ത് യോഗമായിരുന്നു? പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കമ്മീഷൻ, ടൂറിസം ഡയറക്ടർ, ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പിന്നെ MP സതീഷ് അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ പ്രോഗ്രാം ഇന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് നടത്തുകയാണ്. അപ്പോൾ പോലീസ് കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. മറ്റ് 33 കേന്ദ്രങ്ങളിലെയും പ്രോഗ്രാംസിന്റെ ഇന്നലത്തെയും ഇന്നുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമും പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ഈ ഓണം വരുമ്പോൾ മിനിസ്റ്റർ തിരുവനന്തപുരത്തുള്ളതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത് മിനിസ്റ്റർക്കാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ തന്നെ നമ്മളെല്ലാവരും, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എനിക്കും ഒക്കെ ടെൻഷൻ തന്നെയാണ്. അവർക്കെല്ലാം പ്രോഗ്രാം എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ലേ. തിരുവോണമാണ്. പാർവതീച്ചി ഇവിടെ ഉണ്ട്, കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്, സദ്യയൊക്കെ ഇവിടെ തന്നെയാണ്. ഞാനും പാർവതി മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പോൾ ടൂറിസം ഡയറക്ടർ ശിഖ നമ്മളോട് ഉണ്ട്. മാഡം നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളാണ്. നമുക്ക് വേണ്ടി എന്തായാലും ഒരു പാട്ട് രണ്ടുപേരെങ്കിലും മൂളി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതില്ലാതെ പോയാൽ ശരിയാവില്ല. തിരുവോണമാണല്ലോ. രണ്ടുപേരും പാട്ട് പിടിക്കട്ടെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പുത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പുത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. എങ്കിലും നീ എന്നും പൊൻകുടമായി മാറും മുഴുതിങ്കളാകും നാളെ. വേറൊരാളുണ്ട് ഇവിടെ. നമ്മള് പിന്നെ മീഡിയ കൊണ്ട് മാത്രം കിട്ടിയ ഒരു മീഡിയ കൊണ്ട് മാത്രമുള്ള ഒരു അവസരം മുഴുവൻ ഇങ്ങോട്ട് വരാൻ സാധ്യത, എല്ലാ ചാനലുകാരും ഇങ്ങോട്ട് വരാൻ സാധ്യത. എന്തായാലും ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഒരാളെ വിട്ടുകളയരുത്, ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ആളാണ് IB സതീഷ് MLA. തിരുവനന്തപുരംകാര് ഈ ഓണം വാരാഘോഷം കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്നു. അത് ലോകം മൊത്തം കാണുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു ഭാഗത്ത് IB സതീഷുമുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി കഴിഞ്ഞ കുറേ കാലം ഇടയ്ക്ക് നിന്നുപോകൊക്കെ ചെയ്തു കോവിഡ്, ഒപ്പം തന്നെ മറ്റേ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഓണാഘോഷം അവിസ്മരണീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് ആദ്യമായി ഡ്രോൺ ഷോ വരികയാണ്. അതൊരു വല്ലാത്ത ആകാശത്തെ അത്തപ്പൂക്കളമായി ഈ ദൃശ്യവിസ്മയം മാറും. അതിന്റെ അവസാനവട്ട ആലോചനകളിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതെപ്പോഴാണ് ഈ ഡ്രോൺ? ഇന്ന് രാത്രി, ഇന്നു മുതൽ 3 ദിവസം 8:45 മുതൽ 9:45 വരെയുള്ള സമയങ്ങളിലാണ്. 9:15 അരമണിക്കൂർ എന്തായാലും മീഡിയ വണ്ണിലൂടെയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണത്. എല്ലാവരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഡ്രോൺ പരിപാടി, ഡ്രോൺ ഷോ. അതെ, ഈ വിജിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IB സതീഷ് എന്ന് പറയുന്ന ആളെ ഓണാഘോഷത്തിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ആളല്ല. അത് ഓണാഘോഷത്തിന്റെ തല ഏത് എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ട്. നമുക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാർ, സുരക്ഷ ഓണാകുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. എങ്ങനെ സുരക്ഷയൊക്കെ നമ്മൾ കാര്യങ്ങൾ? പോലീസിന്റെ വിന്യാസം 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദിവസങ്ങളിൽ പല ടേണുകളിലായിട്ട് നമ്മുടെ സിറ്റിയിലെ 32ഓളം വേദികൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് വലിയ തിരക്കുണ്ടായിരിക്കും. ഇന്ന് ഓണം തിരുവോണ ദിവസത്തിന് ശേഷം വലിയൊരു തിരക്കുണ്ടാകും കനകക്കുന്ന് മേഖലയിലും. അതുപോലെ തന്നെ പ്രധാന വേദികളിൽ എല്ലായിടത്തും മേജർ പ്രോഗ്രാംസ് നടക്കുന്ന എല്ലാ വേദികളിലും നമുക്കൊന്ന് വലിയ തിരക്കുണ്ടായിരിക്കും. ട്രാഫിക് ക്രമീകരണം അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സുരക്ഷിതമായിട്ട് ക്രൗഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ ഓണം ആഘോഷിക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട യോഗമാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് തോന്നുന്നു. അവരുടെ പ്രധാനപ്പെട്ട യോഗമാണ്. ഹാപ്പി ഓണം അവർക്കെല്ലാം നേരുന്നു. പിന്നീടുള്ളത് ദിവ്യടുത്ത് ഞാൻ ചികിത്സയെടുത്ത് രാവിലെ ദിവ്യടുത്തും ചികിത്സയെടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരുന്നു.
അത് പക്ഷെ ആ സമയത്ത് അങ്ങനെ അത് പറ്റിയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദിവ്യയും ജിൽസി രാവിലെ ഈ പുട്ടായിരുന്നു കഴിച്ചത്. നല്ല ഗംഭീര തള്ളലായിരുന്നു. അത് സൂപ്പർ തള്ളിന് ശേഷം നല്ല പുട്ട് കഴിച്ചു. ആ പുട്ട് എപ്പോഴും തൊണ്ടയിൽ ഇറങ്ങിയില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. അതെ, പറഞ്ഞൂടെ നമുക്ക് ഇതിന് വിജിൻ വായനോടെ ഇന്നലെ ബ്യൂറോയിൽ ഇരുന്നിട്ട് വിജിൻ വായനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരടുത്താന്ന് ചോദിച്ചപ്പോൾ ഭാര്യ അടുത്താണ്, രേഷ്മ അടുത്താണ്. രേഷ്മ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കാണിക്കുന്നത്, നീ എപ്പോഴാണ് പോകുന്നത്, നീ രേഷ്മ എന്ന നാട്ടിലേക്ക് പോയി, കോട്ടയത്തേക്ക് പോയി, അന്നേരം നീ എൻ്റെ അടുത്ത് എപ്പോഴും സമയം പറയാത്ത എന്താണ്, നീ എന്താ പോവാത്ത, നീ പെട്ടെന്ന് പോവ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ 4:30 കൊണ്ട് ട്രെയിനിൽ കയറ്റി വിട്ട് അതിൻ്റെ ഒരു സന്തോഷം വിജിൻ വായന്തോടിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ട്രെയിനിലല്ല, ബസ്സിലാണ്. എന്ന് രാവിലെ സാധാരണ രീതിയിൽ ഇത്രയും നേരത്തെ എണീക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ ഇന്ന് എണീക്കാനൊരു പ്രത്യേക എനർജി ആയിരുന്നു. പിന്നെ തിരുവനന്തപുരം നഗരം കറക്കം കഴിഞ്ഞോ? അല്ലെ, നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്നിപ്പോ അവൻ കുറച്ചു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വൈബിലേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. 2 ദിവസം ഇനിയിപ്പോ രേഷ്മ വരാൻ വേണ്ടി 2 ദിവസം എടുക്കും. ആ 2 ദിവസം അവനിങ്ങനെ ഇതിന്റെ ഒരു വൈബിലാണ് ഉള്ളത്. ആ കൂളിംഗ് ഗ്ലാസിനെ കുറിച്ച് കൂടെ ഒന്ന് പ്രതിപാദിക്കണം. ഇന്നലെ അത് വാങ്ങിച്ചത് മുതൽ ഇയാള് നഗരവീഥികളിലാണ്, ബ്യൂറോയിലേക്ക് കയറുന്നില്ല. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. അതെ, ഇവൻ ആകെ കുഴപ്പക്കാരനാണ് കേട്ടോ ഇവന്. പിന്നെ ഓണത്തിന് ഇന്ന് എങ്ങനെയാ ഓണ സദ്യയൊക്കെ എവിടെയാണ് ദിവ്യ? വീട്ടില് പോകുന്നുണ്ട് അല്ലേ? ഉച്ചയ്ക്ക് വീട്ടിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യേണ്ടി വരും സേഫ്. കാരണം ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇനി ഇവിടെ ഉച്ചയ്ക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാം. രാവിലെ ഇവിടെയുള്ള കുറച്ച് പേരുടെ കരുണയിൽ പുട്ടും ചെറുപയർ കറിയൊക്കെ കിട്ടി. നമ്മുടെ മേക്കപ്പിലെ നിഷാദ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റുള്ള പുട്ടും ചെറുപയർ കറിയും കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഇന്ന് വീട്ടിൽ പോകും. വീട്ടിൽ പോലെ ഈ പുട്ട് കഴിച്ചതിന്റെ ആ തള്ളല് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സദ്യയൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അവിടെ സൊമാറ്റോ അതെ, ഇത് ഇന്ന് തിരുവനന്തപുരത്തെ ആഘോഷം നോക്കുമ്പോഴേ പ്രത്യേകിച്ച് ഈ നിശാഗന്ധി കനക്കുന്നു. അവിടെ 3-ാം തീയതി തൊട്ട് ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങിയല്ലോ. ഇന്നപ്പോ തിരുവോണായിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ പരിപാടികളൊക്കെ? ഈ വിവിധ ചാനലുകളുടെ പരിപാടി എല്ലാ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് 34 വേദികളിലാണ് ഈ പരിപാടി നടക്കുന്നത്. വിവിധ ചാനലുകളുടെ കലാപരിപാടികൾ നടക്കുന്നത്. ഇന്നലെ നമ്മളെ പരിപാടി ഉണ്ടായിരുന്നു. മീഡിയ വണ്ണിന്റെ പരിപാടി പൂജപ്പുരയിൽ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ പരിപാടി നടക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഓഫീസിൽ അങ്ങനെ 34 വേദികളിൽ പരിപാടി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കലാപരിപാടികൾ ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ദിവ്യ കണ്ടിട്ടുണ്ടോ? ദിവ്യക്ക് അറിയാലോ, തിരുവനന്തപുരത്ത് ദിവ്യ ഉണ്ടായിരുന്ന ആളാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വൈകുന്നേരങ്ങൾ ഒരു 6 മണി 7 മണി സമയമാകുമ്പോഴത്തേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലൈറ്റിന്റെ ഒരു വിസ്മയ ലോകമുണ്ട്. അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങുന്നത്. തിരുവനന്തപുരം മിസ് ചെയ്യുന്നില്ലേ ദിവ്യക്ക്? സത്യത്തിൽ തിരുവനന്തപുരം നന്നായി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിറ്റിയാണ്. ഇവിടെ കോഴിക്കോട് വന്നിട്ട് എന്റെ മനസ്സിപ്പോഴും അവിടെ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഓണാഘോഷമൊക്കെ ആ വൈകിട്ടൊക്കെ അവിടെ വന്ന ആ ലൈറ്റ് ഉച്ചയ്ക്ക് 1:15 ജനശതാബ്ദി ഉണ്ട്, രാവിലെ വന്ദേ ഭാരത് ഉണ്ട്. ഏതെങ്കിലും ട്രെയിനിൽ കയറി പോരെ? നോക്കാം. നമുക്ക് ആ സമാപന ഘോഷയാത്രയ്ക്ക് മുൻപ് ഒരു ദിവസം ഞാൻ വൈകിട്ട് അവിടെ എത്താം. ആ ലൈറ്റും കണ്ട് തിരിച്ചു വരാം രാത്രി എന്തായാലും. ഇനി അടുത്ത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെങ്ങോട്ടാ ഇനി പോവാ? ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. എവിടെ കൂളിംഗ് ഗ്ലാസ് എവിടെ? കാണാനില്ലല്ലോ, അത് പോയോ? കൂളിംഗ് ഗ്ലാസ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സനിസയോട് ചോദിച്ചു, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കണോ സനിസ എന്ന് ചോദിച്ചു. ഒരു അഭിപ്രായം നമ്മുടെ ഒരു സഹപ്രവർത്തകർ ചോദിച്ചപ്പോൾ സനിസ പറഞ്ഞു, നമ്മളൊരു വീട്ടിലേക്കല്ലേ പോകുന്നത്, കൂളിംഗ് ഗ്ലാസ് വെക്കണ്ട എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ എടുത്ത് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ആ കൂളിംഗ് ഗ്ലാസ് ഓഫീസിൽ ആയിപ്പോയി. നമ്മൾ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടല്ലോ, വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കേണ്ടതാണല്ലോ. ഞാനൊരു പരിഷ്കാരി അല്ലല്ലോ. ശരി, എന്തായാലും നിങ്ങളുടെ കറക്കം നടക്കട്ടെ. ഓണാഘോഷക്കിനെ അടിച്ചു പൊളിക്കട്ടെ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരാം. ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് മുജ്തബയിലേക്ക് പോകണം. അവിടെ തൃക്കാക്കര മഹാക്ഷേത്രം